എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറി മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാൻ കഴിയുന്നില്ല. ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ ഈ വീഡിയോ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അവർ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അവർ നിങ്ങളിൽ നിന്ന് അകലുകയോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയുകയോ അതിന് കുറേ ആളുകളുടെ പിന്തുണ ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മനസ്സിൽ നിന്നും നിങ്ങൾ പോകുന്നില്ല. അവരതിന് ശ്രമം നടത്തുന്നുണ്ട്. അവരുടെ ഒപ്പമുള്ളവർ, അതായത് നിങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് നിങ്ങളെ ഇല്ലാതാക്കാൻ, നിങ്ങളെ അവരുടെ മനസ്സിൽ നിന്ന് കളയാൻ. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അവരെത്ര ശ്രമിച്ചിട്ടും അവരെത്ര കൃത്യമായി പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടും നിങ്ങളെ മനസ്സിൽ നിന്ന് കളയാൻ അവർക്ക് കഴിയുന്നില്ല. മനസ്സെന്ന് പറയുന്നത് അപൂർവമായ ഒരു സംഗതിയാണ്. നാം ഒരാളെ സ്നേഹിച്ച് അയാളോട് നന്ദി കാണിച്ച് അയാളോട് കൂറ് കാണിച്ച് അയാൾക്ക് വേണ്ടി നിലകൊണ്ട് കഴിഞ്ഞിട്ട് നമ്മളെ ആ വ്യക്തി പരിപൂർണമായി ഒഴിവാക്കിയതാണെന്ന് കരുതുക. നമ്മളെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് നമ്മളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയെന്ന് കരുതുക. അത്തരത്തിൽ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ നമ്മളോട് നന്ദി ആരും കാണിച്ചില്ല. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അതാണ്. സാക്ഷികളുണ്ടായില്ല, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായില്ല. എല്ലാം അറിയാവുന്നവർ നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്തുണ നൽകാതെ മാറി നിന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വിഷമം തോന്നി. ഈ സ്നേഹത്തിനും ന്യായത്തിനൊന്നും ഒരു വിലയില്ലേ, ഈ സ്നേഹത്തിനും നന്മയ്ക്കൊന്നും ഒരു വിലയില്ലേ എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടായി. എന്തായിരിക്കും അതിൻ്റെ ഒരു പ്രതിഫലനം? എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം? അതിനെക്കുറിച്ചൊന്നും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച് നിങ്ങൾ ആ വ്യക്തിക്ക് എല്ലാ പിന്തുണയും എല്ലാ സ്നേഹവും നൽകി. പക്ഷെ ആ വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിച്ചില്ല. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ടായി. അങ്ങനെ കടന്നുപോയിട്ട് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ വ്യക്തിക്ക് നിങ്ങളെ കളയാൻ കഴിയുന്നില്ല. ആ വ്യക്തി പകല് നിങ്ങളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയും. നിങ്ങളെ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് കളയാനുള്ള ആളുകൾ ഇടവും വലവും നിൽക്കും. അവർ കുറേ പാരിതോഷികങ്ങളോ കുറേ ഭൗതികമായ കാര്യങ്ങളോ ഒക്കെ നൽകിയിട്ട് നിങ്ങളെ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാനൊക്കെ ശ്രമിക്കും. പക്ഷേ അതിൻ്റെ ഫലം എന്ന് പറയുന്നത്, ആളുകൾ ശ്രമിക്കും, പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പോകുന്നില്ല. ആ വ്യക്തി കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. കാരണം ഒരിക്കൽ ആത്മാർത്ഥമായി നൽകിയ ആ സ്നേഹത്തിൻ്റെ ശക്തി അവിടെ അവശേഷിക്കുകയാണ്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു, ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ഏറ്റവും ആത്മാർത്ഥമായി. ഒരുപക്ഷെ ആ വ്യക്തിയുടെ ഓർമ്മകൾ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ ഓർമ്മകൾ ആ വ്യക്തിയുടെ മനസ്സിൽ തങ്ങില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ആ വ്യക്തിയെ സ്നേഹിച്ചത്. നിങ്ങളുടെ കാര്യത്തിലൊരു കാപട്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന പോലെ ഒന്നും നടക്കില്ലായിരുന്നു. ആരൊരാൾ ആത്മാർത്ഥത കൊണ്ട് മറ്റൊരാളെ സ്നേഹിച്ചോ, അവിടെ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് സ്വാർത്ഥമായ നിലപാടില്ലാതെ സ്നേഹിച്ചോ, ആ സ്നേഹം തിരിച്ചു നൽകാതെ അവിടെ അവശേഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരാണോ ആ സ്നേഹം തിരിച്ചു നൽകുന്നതിനും അതിനോട് ബാധ്യത കാണിക്കേണ്ടതും അതിനോട് നന്ദി കാണിക്കേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്തം ഏത് മനസ്സിലാണോ ഉള്ളത്, ആ മനസ്സിൽ അതവിടെ അവശേഷിക്കും. അതുതന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. പകലും അല്ലെങ്കിൽ ഒരുമിച്ചുണ്ടാകുമ്പോഴും പല ആളുകളും നിങ്ങളുടെ കുറ്റം ഒരുപാട് പറയുന്നുണ്ട്. നിങ്ങളുടെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് ശരിവെച്ച് നിങ്ങളുടെ വ്യക്തി സംസാരിക്കുന്നുണ്ടാകാം. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ യഥാർത്ഥമായ കാര്യം അവിടെ
അവശേഷിക്കുകയാണ്. ആ വ്യക്തിക്ക് ഓർമ്മകളിൽ നിന്ന് പുറത്തു പോകാൻ കഴിയുന്നില്ല. ഇപ്പോൾ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളൊന്നും ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കയറുന്നില്ല. അവർക്ക് കയറാൻ കഴിയുന്നില്ല. അവർ കാണുമ്പോൾ അപ്പം തന്നെ ക്ഷണികമായിട്ട് അവർ പോവുകയാണ് മനസ്സിൽ നിന്നും. നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത, നിങ്ങളുടെ ചിത്രം മാറുന്നില്ല. എത്ര മറക്കാൻ ശ്രമിച്ചാലും, എത്ര നാൾ കാണാതിരുന്നാലും നിങ്ങളുടെ ആ ചിത്രം ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മായുന്നില്ല. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. മനസ്സിൽ നിന്ന് മായാതെ ആ ചിത്രം എപ്പോഴും അവിടെ തന്നെ അവശേഷിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ആ വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ വലിയൊരു കാര്യമായിട്ട് മാറുകയാണ്. നിങ്ങൾ മായുന്നില്ല, നിങ്ങൾ മറയുന്നില്ല, നിങ്ങളങ്ങനെ എന്നെന്നും നിലനിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകുകയാണ്. ഓർമ്മകളിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നു. കാരണം പഴയ കാര്യങ്ങളുള്ളൂ. ഇപ്പോൾ നിങ്ങളുമായിട്ട് ബന്ധം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള സഹവാസമോ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കാണലുകളോ സംസാരിക്കലുകളോ ഒന്നുമില്ല. അവിടെ ഒരു ശൂന്യത ഉണ്ടാക്കപ്പെട്ടു. ചില ആളുകൾ സ്വാർത്ഥമായിട്ട് പെരുമാറിയിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും കഴിയുന്നില്ല. പണം കൊടുത്താലും എന്ത് മൂല്യങ്ങൾ കൊടുത്താലും ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും ആ വ്യക്തിക്ക് പോലും കഴിയുന്നില്ല. അപ്പോൾ ആ വ്യക്തി, നിങ്ങളുടെ വ്യക്തി തീരുമാനിക്കുകയാണ്, ഞാനിനി നിങ്ങളെക്കുറിച്ച്, ഇന്ന ആളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ അവിടെ അതിന് പോലും കഴിയുന്നില്ല. കാരണം അത് ഒരു പരീക്ഷണമാണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായി. യഥാർത്ഥത്തിൽ മുകളിലുള്ള നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിക്ക് അറിയാം നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിച്ചെന്ന്. ഒരു ആളും ആത്മാർത്ഥത കാണിക്കാത്ത സമയത്ത് ആ വ്യക്തിക്ക് വേണ്ടി നിലകൊണ്ടു, ആ വ്യക്തിക്ക് വേണ്ടി സംസാരിച്ചു, ആ വ്യക്തിക്ക് വേണ്ടി പറഞ്ഞു. നിങ്ങൾ കൂടെ ഉള്ളത് കൊണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് ഗുണങ്ങളും അംഗീകാരങ്ങളും കിട്ടി. എല്ലാ നന്മയും സ്വീകരിച്ച്, എല്ലാ ഗുണങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ ആരുമല്ലാതാക്കാൻ ശ്രമിച്ചു. ഒന്ന്, ആ വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു നന്ദികേട് നിങ്ങളോട് കാണിച്ചു. രണ്ട്, അതിന് ആ വ്യക്തിയെ പ്രേരിപ്പിക്കുകയും ഇപ്പോഴും നിർബാധം നിങ്ങളെക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് സഹായം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ. അവർക്ക് നിങ്ങളോടുണ്ടായ വൈരാഗ്യം, അത് നിങ്ങളെ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ പോണമെന്ന് അവർ പറഞ്ഞുണ്ടാക്കി. യഥാർത്ഥത്തിൽ ആ വ്യക്തിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നിങ്ങളായിരുന്നു. അത് ആ വ്യക്തിക്കും അറിയാമായിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ എല്ലാം മറന്നു. ഒറ്റ ദിവസം കൊണ്ട് ഒരു വസ്ത്രം ഊരിക്കളയുന്നത് പോലെ ഒരു ബന്ധം കളയാമെന്നാണ് ആ വ്യക്തി കരുതിയിരുന്നത്. മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ മുഴുവൻ കടിഞ്ഞാൺ ഒരു വ്യക്തിക്കാണോ എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പ്രതിപാദിക്കപ്പെടുകയാണ്, മനസ്സിലാക്കപ്പെടുകയാണ്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും മാറ്റിമറിക്കാൻ, അല്ലെങ്കിൽ ഒരു കാര്യത്തെ നിങ്ങളുടെ ചിന്തയിൽ നിന്ന് ആ വ്യക്തിക്ക് മുക്തി നൽകണമെങ്കിൽ, അതൊരു ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിൽ മുകളിലുള്ള ശക്തി തന്നെ തീരുമാനിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ വ്യക്തിയുടെ മനസ്സിൽ മാറിയില്ലായിരുന്നു. ഏറ്റവും ആത്മാർത്ഥമായി നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും, നിങ്ങളും ആ വ്യക്തിയായിട്ട് ബന്ധം പുലർത്തിയതും, ആ വ്യക്തിയെ ആത്മാർത്ഥമായി കണ്ടതും സത്യമായിരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിലൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ മുകളിലൊരു ശക്തിയുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ട്. ആ വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാൻ കഴിയുന്നുണ്ടായില്ല. കാരണം നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തിയാണ്. ആ വ്യക്തി നിങ്ങളോട് എന്തൊക്കെ കാണിച്ചാലും നിങ്ങളുടെ മനസ്സിൽ കുറച്ച് ദിവസമോ കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ ആ വ്യക്തി തിരിച്ചു വന്നിരുന്നെങ്കിൽ, എന്നെ സ്വീകരിച്ചിരുന്നെങ്കിലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ആത്മാർത്ഥത കൊണ്ടാണ്. ആ വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ആ വ്യക്തി അങ്ങനെ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ആ വ്യക്തി അപ്രകാരം ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അതിൽ നിന്നും നമുക്കൊരു
അനുകൂലമായൊരു നിലപാടുണ്ടാകുമെന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് നിങ്ങളുടെ ശക്തിയുമായൊരു കൂടിക്കാഴ്ച ഹൃദയം കൊണ്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ശക്തിയോട് പറഞ്ഞത് കൃത്യമാണ്. ഞാൻ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിച്ചൊരു വ്യക്തി, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു വ്യക്തി ഇപ്പോൾ എന്നിൽ നിന്ന് അകന്നുപോയി. ഞാനിപ്പോഴും ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. എന്നോട് എത്ര ആത്മാർത്ഥത കുറവ് കാണിച്ചാലും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ അത്രത്തോളം സ്നേഹിച്ചു പോയി. ശരിയാണ്, എന്നെ വട്ടമിട്ട് ആളുകൾ ആക്രമിക്കുന്നു, എന്നെ ചോദ്യം ചെയ്യുന്നു. ഞാൻ നൽകിയതൊക്കെ, ഞാനൊരു കടിഞ്ഞാണ് എടുത്തു വച്ചില്ല. ആത്മാർത്ഥമുള്ള ഒരാളെ ഞാൻ കണ്ണടച്ച് സ്നേഹിച്ചു. എനിക്കുള്ളതൊക്കെ നൽകി. ഒരു പിടുത്തത്തിന് വേണ്ടി ഞാനൊന്നും ഇവിടെ മേടിച്ചു വെച്ചില്ല, കടിഞ്ഞാണൊന്നും എടുത്തില്ല. ഞാൻ നോക്കുമ്പോൾ ഞാൻ സ്നേഹിക്കുന്നു. അതിന് പരിധികളില്ല, ഉപാധികളില്ല, കലവറകളില്ല. എന്നെ അങ്ങനെ സ്നേഹിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ കാലം മാറിയപ്പോഴോ സാഹചര്യം മാറിയപ്പോഴോ ആ സ്നേഹത്തിൻ്റെ അളവിലും ആ സ്നേഹത്തിൻ്റെ വ്യാപ്തിയിലൊക്കെ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. കുറേ ആളുകൾ വരാൻ തുടങ്ങി ചോദ്യം ചെയ്യാൻ. അതുവരെ ഇല്ലാത്ത ആളുകൾ കാര്യങ്ങളിൽ ഇടപെടുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ദുഃഖം തോന്നി. ഞാൻ എൻ്റെ ശക്തിയെ വിളിച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് തിരിച്ചു നൽകണം. സാഹചര്യങ്ങളൊന്നും എനിക്ക് അനുകൂലമല്ല, സാഹചര്യങ്ങളെല്ലാം എനിക്കെതിരാണ്. എൻ്റെ കൈവിട്ടെല്ലാം പോയി. എന്നെ സപ്പോർട്ട് ചെയ്യാനോ എൻ്റെ ഭാഗം പറയാനോ അല്ലെങ്കിൽ എന്നിലിനി അവർക്ക് ലഭിക്കാനായിട്ടൊന്നുമില്ല. അവർ പോയി. പക്ഷേ അവരുടെ മനസ്സിൽ നിന്നും ഞാൻ പോകരുതേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ അത് ക്ലിയറായിട്ടല്ലായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടപ്പോൾ നിങ്ങളുടെ ശക്തിക്ക് തോന്നി, ഈ വ്യക്തിയെ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും കളയാൻ പാടുള്ളതല്ല, അല്ലെങ്കിൽ പാടില്ല. ഈ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരണം. ഈ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ അതൊരു പൂർണ്ണ ശക്തിയിൽ കൊണ്ടുവരാൻ കഴിയുള്ളൂ. ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവന്നിട്ട് വേണം ജീവിതത്തിൽ ഒരു മുന്നേറ്റം ആ വ്യക്തിക്ക് നൽകാൻ. ആ വ്യക്തിയുടെ മനസ്സിൽ എത്രത്തോളം അത് സന്തോഷമാവും. അതായത് നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മായുന്നില്ല, മറയുന്നില്ല. ഇത്രയേറെ ശക്തിയിൽ ആളുകൾ നിങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ടും, ഇത്രയേറെ ശക്തിയിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ മായുന്നില്ല. നിങ്ങളുടെ വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്ന്, നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങൾ മായുന്നില്ല, മറയുന്നില്ല എന്ന ആ ഒരു കാര്യം, അത് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുന്നു. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആ വ്യക്തിക്ക്. ആ വ്യക്തി ഒരു പക്ഷേ നിങ്ങളെ എതിർക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മറക്കണമെന്ന് പറയുന്ന, നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ആ വ്യക്തിയുമായിട്ട് ഏറ്റവും അടുത്ത ആൾക്കാർ ഇപ്പോൾ ഉണ്ടാകാം. അവരോട് പോലും ചിലപ്പോൾ പറയാൻ കഴിയണമെന്നില്ല, പറയാൻ ഒരു മനസ്സ് വരണമെന്നില്ല. കാരണം ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെ, ഇപ്പോൾ ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട്, ഞാനും എൻ്റെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഒരു ദൈവീകമായ ബന്ധമായിരുന്നു. ഞാനും എൻ്റെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. എനിക്ക് ആ വ്യക്തിയെയും ആ വ്യക്തിക്ക് എന്നെയും മറക്കാൻ കഴിയുന്നില്ല. എനിക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. ആത്മാർത്ഥമായൊരു പ്രണയമായതുകൊണ്ട്, ഇഷ്ടമായതുകൊണ്ടാണ് മായാത്തത്, മറയാത്തത്. നമ്മളൊരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ ഓരോ സാഹചര്യത്തിൻ്റെയോ ചില വ്യക്തികളുടെയോ ചില സമയത്തെ ചിന്ത കൊണ്ടോ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടോ ഒക്കെ വെറുപ്പുണ്ടാകുകയും അകലുകയൊക്കെ ചെയ്യാം. പക്ഷെ കൊടുത്ത സ്നേഹം അവിടെ ശൂന്യതയിൽ തങ്ങി നിൽക്കുകയാണ്. അത് ആത്മാർത്ഥത ഉള്ളതാണെങ്കിൽ അതിനൊരു ശക്തിയുണ്ട്. വ്യക്തികളുടെ മനസ്സിലെ ചിന്തകൾക്കപ്പുറത്തേക്ക് നിങ്ങളായാലും ശരി, ഞാനായാലും ശരി, നിങ്ങളുടെ വ്യക്തിയായാലും ശരി, ലോകത്ത് ആരായാലും ശരി, കൊടുത്ത സ്നേഹം ആത്മാർത്ഥതമാണെങ്കിൽ അത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. ആർക്കാണോ ആത്മാർത്ഥമായ സ്നേഹം കൊടുത്ത ആ വ്യക്തിയുടെ ഹൃദയത്തിൽ അത് തങ്ങി നിൽക്കും.
അതിൻ്റെ അലയൊലികളുണ്ടാകുകയും ആ ചിന്ത, ആ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥത കൊണ്ട് എത്ര വെറുത്താലും ആ വ്യക്തിയെ തെരഞ്ഞു പിടിച്ച് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ആ ഓർമ്മകൾ ഉണ്ടാകുകയും ആ വ്യക്തി നിങ്ങളെ തേടി വരികയും ചെയ്യും. തീർച്ചയാണ്, നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്.